നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം രാജ്യവ്യാപകമായ ശ്രദ്ധ ആകർഷിച്ചാണ്. സമരത്തിന്റെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ സമയത്ത് സമരത്തിന് അനുകൂലമായിട്ട് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമരത്തിന് അനുകൂലമായി രംഗത്തിറങ്ങി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ ഈ സമരത്തിന്റെ പേരിൽ ശക്തമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യുന്നത്. അതേ സമയത്ത് ഈ പരീക്ഷാ ക്രമക്കേടിന്റെ പിറകിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള കാര്യമായ അന്വേഷണത്തിലാണ് CBI 13 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെയൊക്കെ തന്നെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർക്കെതിരായിട്ടുള്ള കുറ്റപത്രങ്ങളുടെ പ്രാഥമിക നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരാണ് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ചെയ്തത്? മഹാരാഷ്ട്രയിലെ ലാത്തൂറിലാണ് ആദ്യമായിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് രഘുനാഥ് മോട്ടേഗാവ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശിവരാജ് രഘുനാഥ് മോട്ടേഗാവ്കർ എന്ന ആൾക്കാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ളത്. അദ്ദേഹം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വിജയിച്ച 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് MLA അമിത് ദേശ്മുഖിന് വേണ്ടി വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. അതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് 133 പേന കൊണ്ട് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കിട്ടിയത്. കെമിസ്ട്രിയുടെ 133 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ 113 ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കും ഔദ്യോഗികമായ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ഒരു പേപ്പറിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന വിദഗ്ധരിൽ ഒരാളായ PV കുൽക്കർണി, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇവർക്ക് ചോദ്യം ചോർത്തി നൽകിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്. ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ത്യയുടെ പല ഭാഗത്തും, അത് കേരളത്തിലും അതിന് ബന്ധങ്ങളുണ്ട്, രാജസ്ഥാനിലും ബന്ധമുണ്ട്. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട കണ്ണി കോച്ചിങ് സെന്ററുകളാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഈ കോച്ചിങ് സെന്ററുകളിലൂടെയാണ് ചോദ്യങ്ങൾ ചോരുന്നത്. ഇവരാണ് തങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ചോദ്യങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. ഈ ശിവരാജ് മോട്ടേഗാവ്കറുടെ മകനും പരീക്ഷ എഴുതിയിരുന്നു. മകന് കോച്ചിങ് നടത്തിയത് കുൽക്കർണിയാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതായത് കോച്ചിങ് നടത്തുന്ന ആളുകൾ തന്നെ ഈ പരീക്ഷാ ചോദ്യ പേപ്പർ നൽകുന്ന പരീക്ഷാ ചോദ്യം പേപ്പർ തയ്യാറാക്കുന്ന ഏജൻസിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പൊ ഇങ്ങനെ ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പിറകിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പരീക്ഷ എഴുതി ഒന്നാം തവണ ജയിച്ച ആളുകൾ തന്നെയാണോ സമരത്തിൽ വന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാവും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയ ഉടനെ തന്നെ മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയ ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് വീണ്ടും പരീക്ഷ നടത്തിയിരുന്നു. ആദ്യത്തെ പരീക്ഷയിൽ ജയിച്ച പലർക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ആദ്യത്തെ പരീക്ഷയിൽ ജയിച്ച പലർക്കും ഈ ചോദ്യ പേപ്പർ കിട്ടിയിരുന്നു. കാരണം കേരളത്തിൽ ഉൾപ്പെടെ പലർക്കും ചോദ്യ പേപ്പർ കിട്ടിയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കേരളത്തിലെ പത്തനംതിട്ടയിലും ഈ ചോദ്യ പേപ്പർ കിട്ടിയിരുന്നു. ചോദ്യ പേപ്പർ കിട്ടിയ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് തന്നെയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം വലിയൊരു റാക്കറ്റ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നു. ഇനി ഈ സമരത്തിന് കുട്ടികളെ കൊണ്ടുപോയതിന്റെ പിറകിലും ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററുകൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. ഏതാണ്ട് 56,000 കോടി രൂപയുടെ ഒരു ബിസിനസ്സാണ് ഈ മേഖലയിൽ നടക്കുന്നത്. കാരണം ഇന്ത്യയിലെ പല ഭാഗത്തും, അത് രാജസ്ഥാനിലെ കോട്ടയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും പൂനെയിലാണെങ്കിലും അങ്ങനെ നിരവധി സ്ഥലത്ത് 100 കണക്കിന് നീറ്റ് കോച്ചിങ് കേന്ദ്രങ്ങളാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ വിദ്യാർത്ഥികൾ വർഷങ്ങളോളം, ഒരു വർഷം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം വർഷമോ ഒക്കെ പഠിച്ചിട്ടാണ് അവർ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇവർ ഡെയിലി 10-12 മണിക്കൂർ കഠിന അധ്വാനമാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നീറ്റ് പരീക്ഷ പാസ്സാവുക എന്നുള്ളത്. ഇവരെ ഇങ്ങനെ ഒരു കഠിനമായ ഒരു ദൗത്യത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം തങ്ങളുടെ മക്കൾ എങ്ങനെയെങ്കിലും ഡോക്ടറായി മാറണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള മാതാപിതാക്കളാണ് വളരെയധികം സമ്മർദ്ദങ്ങൾ അവരിൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷയിൽ പാസ്സാവാത്ത പലരും
തങ്ങളുടെ ചുമതല തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷയിലും പലരും ഏതാണ്ട് 20ഓളം പേരും തൊട്ടു മുമ്പ് ആദ്യം നടത്തിയ പരീക്ഷയെ തുടർന്നും 10-20ഓളം പേർ ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥിതിവിശേഷമാണ് നീറ്റ് പരീക്ഷയ്ക്കകത്തുള്ളത്. അപ്പം ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന ആളുകൾ തന്നെ അത് ചോർത്തി നൽകുന്നുവോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും 13 പേരെ ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത, കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എതിരായിട്ടൊക്കെ നടപടിയെടുത്തു. സത്യത്തിൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കല്ല, മറിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ തന്നെ അത് പണം വാങ്ങി മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ പിറകിലുള്ള ഒരു റാക്കറ്റാണ്. കാരണം ചില വ്യക്തികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് ഇടനിലക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ബിസിനസ്സുകാർ ഉൾപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കോച്ചിങ് നടത്തുന്ന സ്ഥാപനത്തിലെ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊരു വലിയൊരു റാക്കറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും CBI അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികൾ എന്ത് തന്നെയായാലും അവർ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 13 പേർ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇതിൻ്റെ വിചാരണ നടക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കർശനമായ നിലപാടുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നിയമം വരെ പാർലമെന്റ് പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഇങ്ങനെയൊരു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ ആൾക്ക് മഹാരാഷ്ട്രയിലെ MLA-ക്ക് വേണ്ടി അയാൾ വർക്ക് ചെയ്തതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പിറകിലൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി, രാഷ്ട്രീയമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്.